മക്കളെല്ലാവരും ചോറ് കഴിച്ചോ? ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ. ഒരു ശകലം ചീനി ഇതിലേ കൊണ്ടുപോയായിരുന്നു. 4 കിലോ 100 രൂപ. അപ്പം നമ്മൾ 50 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇത് വേവിക്കുന്നു. 2 ദിവസം കൊണ്ട് വേവിച്ചില്ല, ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വേവിച്ചപ്പോൾ നമ്മൾ ഇച്ചിരി ചീനി, ഒരു ശകലം ചോറും, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പിൽ പറ്റിച്ചത് നമ്മുടെ സ്ഥിരം ഭക്ഷണത്തിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കപ്പ ചീനിയൊക്കെ കഴിക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ ഇങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ ഉപയോഗിച്ചത് നമുക്ക്, പക്ഷെ അത് ആരോഗ്യത്തിന് ദോഷം പറ്റില്ല. അപ്പോൾ ഇത് ഇച്ചിരി കഴിക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതലെല്ലാം കഴിക്കും. ഇതിപ്പോൾ പിന്നെ മക്കളെ, ഇത് ചേമ്പിൻ ചീരയാണ്, നമ്മുടെ വീട്ടിലെയാണേ. അപ്പം ചേമ്പിൻ ചീര നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇലവർഗത്തിനകത്തെല്ലാം അയൺ തൊട്ട് വൈറ്റമിൻ സി വെന്ത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ എല്ലാ പോഷകങ്ങളും ഉള്ള ഒരു വെജിറ്റബിളാണ് ലീഫി, ഇലവർഗത്തിൽപ്പെട്ട വെജിറ്റബിളാണ് നമ്മുടെ ചീര. പിന്നെ ഇന്നേ മക്കളെ കാരൽ കിട്ടി കേട്ടോ. കുറച്ച് ദിവസമായാലും നമുക്ക് ഈ കാരലെന്ന് പറയുമ്പോൾ നമ്മളിവിടെയൊക്കെ കാരലെന്നാണ് പറയുന്നത്, സാധാരണ കുറിച്ചി എന്ന് പറയും. പക്ഷെ ഇപ്പം നമ്മളങ്ങനെ കുറിച്ചിന്ന് പറയാനില്ല കേട്ടോ മക്കളെ. ഒരു മത്തി, കുഞ്ഞു മത്തി കിട്ടിയായിരുന്നു. അത് പിന്നെ അങ്ങ് ഫ്രൈ ചെയ്ത്, അധികം എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ മക്കളെ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇതാ ഈ ചീനി, ഈ ചോറ്, ഈ തോരനും നമ്മുടെ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂട്ടി നമ്മൾ ആദ്യം കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചീനി മീനും കൂടെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ 2 മത്തി വറുത്തതും പിന്നെ ഇതിലൂടെ കഴിക്കാൻ നല്ല സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് ക്ഷതമുള്ളതല്ല. പിന്നെ ചീനി, കപ്പ, ഈ മീൻ വറുത്ത് കുറച്ചുണ്ട്. കപ്പ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ കഴിച്ചുകൂടാ കൂടുതൽ, അതിന് നാരായതുകൊണ്ട് നാരാണല്ലോ. അപ്പം ശരി മക്കളെ.